Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ വചന ശുശ്രൂഷ, ദൈവത്തിൻ്റെ അനുഭവങ്ങൾ അവിടുന്ന് വിതറുന്ന ശുശ്രൂഷകളാണ്. ദൈവവചന ശുശ്രൂഷയുടെ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവ് അവിശ്വാസത്തെ കഴുകിക്കളയും, പിശാചിൻ്റെ ഉപദ്രവങ്ങളെ നീക്കും, കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ തകർക്കും, നമ്മുടെ മന്ദത മാറ്റും, ആത്മീയ ഉണർവ് തരും, വിശ്വാസം വിതയ്ക്കും. ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് വർഷിക്കുന്ന സമയമാണ് ദൈവ വചന ശുശ്രൂഷയുടെ സമയം. കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകത്തിന് കേട്ട ഒരു കുടുംബത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ പേര് ജാസ്മിൻ ജോസ്, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഡോളേഴ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയ്ക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ അസുഖമായിട്ട് തൊണ്ടയിൽ മുഴ വരികയും അത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടർമാർ ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ക്യാൻസർ ആണെന്ന്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുകയും അതിൽ ആരാധനയുടെ സമയത്ത് അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും യാതൊന്നുമില്ലെങ്കിൽ അട്ടപ്പാടിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഇവർ തീക്ഷ്ണമായിട്ട് ആരാധനയുടെ സമയത്ത്, അഭിഷേകത്തിൻ്റെ സമയത്ത് അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ലക്ഷണമില്ലാതെ, ഒരു ലക്ഷണമില്ലാതെ വന്നാൽ അട്ടപ്പാടി വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പോൾ പെട്ടെന്ന് ദൈവമേ ഫിക്സ് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. പെട്ടെന്ന് ഷുഗർ കൂടി, പനി വന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അത്ര ഉറപ്പായതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. പക്ഷേ ഇവരിവിടെ നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അഭിഷേകത്തിന് കണ്ട്, അഭിഷേകത്തിന് ഷാലോം ചാനലിലാണോ? ഷാലോം ചാനലിൽ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം, ഞായറാഴ്ചത്തെ 8:30 അഭിഷേകത്തിന് ഷാലോം ചാനലിൽ ഇവർ ഫാമിലി ഇരുന്ന് കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് രോഗമൊന്നും ഇല്ലാതിരുന്നാൽ, ക്യാൻസർ ഒന്നും ഇല്ലാതിരുന്നാൽ അട്ടപ്പാടി വന്ന് സാക്ഷി പറയാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് കിടത്തി, ഇതിനുള്ള സംവിധാനമൊക്കെ ഇട്ടിട്ട്. പക്ഷേ അപ്പോഴേക്കും എന്തായി, പെട്ടെന്ന് ദൈവം ഇടപെട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത വന്ന ഷുഗറും പനിയും എല്ലാം കൂടെ കൂടി ഇടിച്ച് കയറി വന്നു. ഓപ്പറേഷൻ വേറെ ദിവസത്തേക്ക് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് പോയി വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും പിന്നെ ഒരു ക്യാൻസർ ഇല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ ഉയർത്തി, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തുറവി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആഗ്രഹിക്കാം, ആത്മീയ നന്മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ഇടപെടണമേ, അവിടുന്ന് ഈ നിമിഷങ്ങൾ ഇടപെടണമേ, അങ്ങനെ ആത്മാവിനെ വർഷിക്കണമേ. കണ്ണീരൊപ്പുന്ന ദൈവബലങ്ങൾ നൽകണമേ, കണ്ണുനീർ തുടയ്ക്കുന്ന സാന്നിധ്യം നൽകണമേ, ഹൃദയഭാരങ്ങൾ ഏറ്റെടുക്കുന്ന അനുഭവങ്ങൾ നൽകണമേ. ദൈവവേല നൽകിയിടണമേ നാദാ, വിടുതൽ നൽകും ശുശ്രൂഷകളിൽ നൽകിയിടണമേ യേശു. കണ്ണീരൊപ്പും ദൈവവേല നൽകിയിടണമേ നാദാ, വിടുതൽ നൽകും ശുശ്രൂഷകളിൽ നൽകിയിടണമേ യേശു. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്കൾ തുറക്കണമേ, അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. കണ്ടിരുപ്പും ദൈവവേല നൽകിയിടണമേ നാദാ. എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് ഈ സമൂഹത്തോട് ചേർന്ന് ഹൃദയ സ്വാതന്ത്ര്യത്തോടെ യേശുവിനെ ആരാധിക്കുകയാണ്. ഓ ദൈവമേ, ദൂതന്മാരെ അയക്കണമേ,
മുഖ്യ ദൂതൻ മിഖായലിനെ അയക്കണമേ, ഗബ്രിയേലിനെ അയക്കണമേ, റഫായേൽ ദൂതനെ അയക്കണമേ. കുടുംബങ്ങളെ പിടിപ്പിക്കുന്ന അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കണമേ, ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖ്യദൂതാ മിഖായേലേ, യുദ്ധം ചെയ്തിടണേ, സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ വീണ്ടും. വലിയ ആഗ്രഹത്തോടെ മുഖ്യദൂതാ മിഖായേലേ, യുദ്ധം ചെയ്തിടണേ, സാത്താൻ കോട്ടകൾ തകർത്തിടുവാനായി പൊരുതണമേ വീണ്ടും. എന്റെ രാമേ മാലാകെ കടന്നു വന്നിടണേ, പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ തകർക്കും തിന്മകൾ മാറ്റാൻ യുദ്ധം ചെയ്യണമേ, യുദ്ധം ചെയ്യണമേ. കണ്ണീരൊപ്പം ദൈവവേല നൽകിയിടണമേ നാദാ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി യേശുവേ, തുറക്കണമേ, ഇപ്പോൾ ഇടപെടണമേ. അടയാളങ്ങൾ Glory, hallelujah. ആർത്തുവിളിക്ക് Glory, 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 glory. ഇപ്പോൾ ശക്തി നൽകണമേ, ഇപ്പോൾ അഭിഷേകം നൽകണമേ, ഇപ്പോൾ തിന്മകൾ ആട്ടിപ്പായിക്കണമേ. പിശാചിന്റെ കൂട്ടങ്ങൾ ഓടി മറയട്ടെ, ദുർബാധകൾ ഓടിപ്പോകട്ടെ, ദുർശക്തികൾ നീങ്ങട്ടെ, പിശാചിന്റെ എല്ലാ ആധിപത്യങ്ങളും തകരട്ടെ, രോഗവ്യാധികൾ നീങ്ങട്ടെ. യേശുവേ ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. സ്പർശിക്കണമേ. ഇപ്പോൾ അന്ധകാരത്തിൽ ആധിപത്യങ്ങൾ തകരട്ടെ, അന്ധകാരത്തിൽ ആധിപത്യങ്ങളെ ബന്ധിക്കുന്നു, എല്ലാ ക്ഷീണങ്ങളെ ബന്ധിക്കുന്നു, രോഗങ്ങളെ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. കുടുംബത്തിലെ തകർച്ചകൾ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വിദ്യാർത്ഥികൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. എല്ലാ തരത്തിലുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ കുടുംബങ്ങൾ നീങ്ങി പോകട്ടെ. മദ്യപാനത്തിന്റെ ആധിപത്യത്തെ ബന്ധിക്കുന്നു, പുകവലിയുടെ ആധിപത്യത്തെ ബന്ധിക്കുന്നു, നാരകീയസ്ഥ ആട്ടിപ്പായിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളിലേക്ക് അവിടുന്ന് പേര് ചൊല്ലി വിളിച്ചിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലും ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. തകർന്ന ഹൃദയങ്ങൾ, ദുഃഖഭാരത്തോടിരിക്കുന്ന മാനസങ്ങൾ, കണ്ണുനീരിൽ കുതിർന്ന അവസ്ഥകൾ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായി വ്യത്യാസപ്പെടട്ടെ. സമാധാനം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, അത്ഭുതങ്ങളുണ്ടാകട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, പ്രത്യാശ നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, പ്രാർത്ഥനാനുഭവം നിറയട്ടെ, ദൈവസ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, Hallelujah. എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് ഇരിക്കുന്നു. ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ അന്ധമാക്കുന്ന പ്രവൃത്തികളെക്കുറിച്ചാണ്. നമ്മുടെ ആന്തരിക നേത്രങ്ങളെ കുരുടാക്കി കളയുന്ന പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ ചെയ്താൽ ആ സമയം മുതൽ ആ പാപത്തിൻ്റെ അരൂപി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ദൈവത്തെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ആന്തരിക നേത്രങ്ങൾ,
ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണുകൾ, മനസ്സിൻ്റെ കണ്ണുകളെ അത് അന്ധമാക്കി കളയും. ഇത് നമ്മൾ വായിക്കുന്നത് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-ഉം 4-ഉം തിരുലിഖിതങ്ങളിലൂടെയാണ്. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 3 and 4. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. അപ്പോൾ ഈ അരൂപി നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകളെ അന്ധമാക്കിയാൽ, ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണുകളെ അത് കുരുടാക്കി കളഞ്ഞാൽ, ആന്തരിക നേത്രങ്ങൾ അത് ബന്ധിച്ചാൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയമാണ് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഹൃദയങ്ങളായി, മനസ്സുകളായി, ജീവിതങ്ങളായി നമ്മുടെ ജീവിതം മാറും. പള്ളിയിൽ പോയാലും കുർബാന സ്വീകരിച്ചാലും വചനം കേട്ടാലും ഒരു അനുഭവവും ഇല്ലാതെയാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പന്നിക്ക് ചെളി എന്നതുപോലെ ഈ ലോക കാര്യങ്ങൾ നമുക്ക് വലിയ സന്തോഷം നൽകുന്നതായിരിക്കും. തവളയ്ക്കും പന്നിക്കും ചെളി പോലെയായിരിക്കും നമുക്ക് ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും. അവിടെയായിരിക്കും നമ്മുടെ ജീവിതം. ആത്മീയ കാര്യങ്ങളോ, ദൈവത്തിൻ്റെ കാര്യങ്ങളോ, വചനമോ, ധ്യാനമോ ഒക്കെ എന്തായിരിക്കും? അത് ശവക്കല്ലറകളിൽ അർപ്പിക്കപ്പെട്ട നൈവേദ്യം പോലെ ഇരിക്കും. ശവത്തിൻ്റെ മുമ്പിൽ വെച്ച ബിരിയാണി പോലെ. ഒരു ശവത്തിൻ്റെ മുമ്പിൽ ബിരിയാണി വെച്ചാൽ ആ ശവം എന്തു ചെയ്യും? ആ ശവത്തിന് എന്തെങ്കിലും ടേസ്റ്റോ എന്തെങ്കിലും താല്പര്യം തോന്നുമോ? ശവമാണ് ഇരിക്കണത്. അതുപോലെയാണ് ഇങ്ങനെയുള്ള അരൂപികൾ നമ്മുടെ ഉള്ളിൽ കയറി നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കുരുടാക്കിയാൽ പിന്നെ തിരുസഭാ സംബന്ധമായ കാര്യങ്ങൾ, നിത്യസത്യങ്ങൾ, സഭയുടെ പ്രബോധനങ്ങൾ, വചനം, ധ്യാനം, ധ്യാനകേന്ദ്രങ്ങൾ, വൈദികർ, തിരുസഭ, ബിഷപ്പുമാർ, മാതാപിതാക്കന്മാരുടെ ഉപദേശങ്ങൾ എല്ലാറ്റിനോടും നമുക്ക് ഒരു അകൽച്ച തോന്നും, ഒരു വിരക്തി തോന്നും. എന്നിട്ട് നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സന്തോഷം, നമ്മുടെ ഫുഡ്, നമ്മുടെ ഡ്രസ്സ്, ഫാഷൻ, നമ്മുടേതായ മൊബൈൽ ഫോൺ, നമ്മുടെ മോട്ടോർ സൈക്കിള്, നമ്മുടേതായ ഒരു ലോകത്തിൻ്റെ സന്തോഷം ഉണ്ടല്ലോ, പന്നിക്ക് ചെളി പോലെ അത്രയും നമുക്ക് കംഫർട്ടബിൾ ആവും. തവളയ്ക്ക് ചെളിക്കുണ്ട് പോലെ അത്രയും നമുക്ക് കംഫർട്ടബിൾ ആവും ഈ ലോക പാപകരമായ സന്തോഷങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഉത്ബോധിപ്പിക്കുകയാണ്. കൊറിന്തോസുകാർക്കെതിരെ 2-ാം ലേഖനം 4-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും, കുട്ടികളോ യുവതിവാക്കന്മാരോ മുതിർന്നവരോ കാരണവന്മാരോ ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ, പാപത്തിൻ്റെ അരൂപി, അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. അവരുടെ മനസ്സിനെ അന്ധമാക്കി. ദൈവത്തെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഫാക്കൽറ്റീസാണ് നമ്മുടെ അന്തരാത്മാവ്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, ആന്തരിക നേത്രങ്ങൾ. അതിനെ അന്ധമാക്കി. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം, ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ രാജ്യം, സ്വർഗരാജ്യം നമുക്ക് ടേസ്റ്റ് ഇല്ലാത്തതായി മാറും. താല്പര്യം തോന്നുന്നില്ല, ഒരാകർഷണം തോന്നുന്നില്ല. കാരണം ഉള്ളിൽ ഈ അരൂപി പ്രബലപ്പെട്ടു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതൊക്കെ പാപങ്ങൾ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ അന്ധമായി പോകുന്നത്? വലിയ വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കഴുകൻ ശവം തിന്നാൻ തുടങ്ങിയാൽ ആദ്യം തന്നെ അതിൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കും, പിന്നെ ബാക്കി ഭാഗങ്ങൾ തിന്നാൻ തുടങ്ങും. ഇതുപോലെ
ചില പാപങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പാപത്തിൻ്റെ അരൂപി പ്രവേശിച്ചാൽ ആ പാപത്തിൻ്റെ അരൂപി നമ്മുടെ ആന്തരിക നേത്രങ്ങൾ ആദ്യം കൊത്തിപ്പൊട്ടിച്ച് കളയും. ദൈവത്തെ അറിയാൻ പറ്റാത്ത മനുഷ്യരാക്കി നമ്മളെ മാറ്റും. നമ്മൾ അന്ധകാരത്തിൽ കടന്ന് തപ്പി തടയാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ലോകത്തിൻ്റെ സന്തോഷം മാത്രമായിരിക്കും നമ്മുടെ ടേസ്റ്റ്. അതിനെക്കുറിച്ച് റോമാലേഖനം 1-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതത്തിലും 21-ാമത്തെ തിരുലിഖിതത്തിലും നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. റോമർ ചാപ്റ്റർ 1 വേഴ്സസ് 19 and 21. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതെല്ലാം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു, പറഞ്ഞു കൊടുത്തു, റിവീൽ ചെയ്തു. പക്ഷെ എന്താ, ജീവിതത്തിൽ വ്യത്യാസം വരുന്നില്ല, നടപ്പിൽ വ്യത്യാസം വരുന്നില്ല, ഹൃദയത്തിൽ അതിൽ ആഹ്ലാദമില്ല, ശക്തിയില്ല. എന്താ കാരണം? 21-ാമത്തെ വാക്യം വേഴ്സ് 21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അന്ധകാരത്തിൽ ആണ്ടുപോയ അവസ്ഥ ഇന്ന് നമ്മിൽ പലർക്കുമുണ്ട്. അറിഞ്ഞിട്ടും അറിയാതെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനം ഈ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ അപ്പച്ച, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ അമ്മച്ചി, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന യുവാവേ, യുവതി, കുഞ്ഞെ, നീ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വചനങ്ങൾ എന്നിലും നിങ്ങളിലും ഓരോരുത്തരിലും അന്വർത്ഥമായിട്ടുണ്ടോ എന്ന് അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആക്ട്സ് ചാപ്റ്റർ 28 വേഴ്സസ് 26 to 29. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. അവരുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവീൻ, ദൈവത്തിൽ നിന്നുള്ള രക്ഷ വിജാതിയരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള രക്ഷ ഇത് അകന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചാൽ ഒരു പ്രാർത്ഥനാനുഭവം പോലും ഉണ്ടാകാതെ പോലെയായി. ദൈവികമായ കാര്യങ്ങൾ ഒരു ശിശുവിന് അപ്പനോടെന്ന പോലെ, ഒരു ശിശുവിന് അമ്മയോടെന്ന പോലെ അത്രയും ഹൃദ്യമാണ്. വെറുതെ നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ വ്യാപരിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് PM തോമസ് പഴനിലത്ത്. എൻ്റെ സ്ഥലം പുഞ്ചവയൽ, കാഞ്ഞപ്പള്ളി രൂപ തന്നെ. എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 2012 പഴയ പള്ളിയിൽ, അതായത് അക്കരപ്പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ എൻ്റെ സഹോദരി പൂർണ്ണമായി തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. 2011 തളർന്ന ഈ സഹോദരി ഇവിടുന്ന് ഏറെക്കുറെ 30 കിലോമീറ്റർ അകലെ ആണ് ചോലത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ് വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നത്. അഭിഷേകാഗ്നിയിലെ കൊട്ടായച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സുതിപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അകലങ്ങളിൽ കിടക്കുന്ന ഒരു രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. എൻ്റെ സഹോദരിക്കായിരിക്കണമേ ഈ അവസരം. ഞാൻ വിശ്വസിച്ചു. ധ്യാനം ഒരു ദിവസം കൂടെ, 4ാമത്തെ ദിവസമാണ് ഇങ്ങനെ പറയുന്നത്. 5ാമത്തെ ദിവസം ഞാൻ വീണ്ടും വന്നു. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ സഹോദരി കുറേശ്ശെ ചലിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്.
ഉന്നതമായ ഹോസ്പിറ്റലിലാണ് ചികിത്സിച്ചത്. അവിടുത്തെ ഡോക്ടർമാരെല്ലാം പറഞ്ഞു, ഇനി ഈ സഹോദരി ഈ ഭൂമുഖത്ത് ജീവിക്കുന്നിടത്തോളം കാലം നടക്കുകയില്ല, ചലിക്കുകയില്ല. പക്ഷേ എൻ്റെ സഹോദരിയെ ഇതാ പൂർണ്ണമായി ദൈവം ഈ സ്റ്റേജിൽ കൊണ്ടുവന്നു. യേശുവേ യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയോ ഹൃദ്യമാണ്. ഒരുപാട് വർഷങ്ങളായി തളർന്ന് ഇനി ഇവിടുത്തെ മെഡിക്കൽ സയൻസിൻ്റെ വിധി അനുസരിച്ച് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത്ര എളുപ്പമല്ല. പക്ഷെ അവർ നിഷ്കളങ്കമായി ദൈവത്തെ വിശ്വസിച്ചു. അവർ നിഷ്കളങ്കം ഒരു കൊച്ചു കുഞ്ഞപ്പനോടെന്ന പോലെ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ അരികിലേക്ക് അവർ കൃത്യമായി അവർക്ക് കിട്ടി. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കൾക്ക് നൽകുന്നൊരു നിർദ്ദേശം മറ്റൊരു ഭാഗത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാം വാക്യം, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മിൽ അനേകം പേർക്ക് ഇങ്ങനെയുള്ളൊരു അനുഭവം കിട്ടാൻ പറ്റാത്ത വിധം, ദൈവത്തിൻ്റെ അരികിലേക്ക് പോയി ആ ദൈവത്തോടൊന്ന് കൃത്യമായി സംസാരിക്കാൻ പറ്റാത്ത വിധം, ആ ബന്ധമെല്ലാം ക്ഷയിച്ച് ഹൃദയം അകന്ന് ഒരു വലിയ അന്ധകാരത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് പോലെ തന്നെ നമുക്ക് സംഭവിച്ചോ എന്ന് നമ്മൾ ഭയപ്പെടണം. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. ഈ കണ്ണടഞ്ഞു പോയാലുള്ള ദുരന്താണ് ഈ പറയണത്. ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഗ്രഹിക്കേണ്ടതിനേക്കാൾ അപ്പുറം കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ടതിന് അപ്പുറം കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ണുകൊണ്ട് കണ്ടത് ഗ്രഹിച്ച് കാതുകൊണ്ട് കേട്ടത് മനസ്സിലാക്കി അതിനനുസരിച്ച് കരഞ്ഞ് എളിമപ്പെട്ട് ദൈവമേ മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് നീങ്ങാൻ നമുക്ക് പറ്റുന്നില്ല. ജീവിത പരിവർത്തനത്തിലേക്ക് നീങ്ങാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം കഠിനമാവുകയാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇത് എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുലിഖിതം, തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവർ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില പാപങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവ നമ്മുടെ ഉള്ളിൽ കയറി ആന്തരിക നേത്രങ്ങളെ കുരുടാക്കി കളയും. അതിൽ പ്രധാനപ്പെട്ടൊരു പാപമാണ് വ്യഭിചാരം. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു പാപമാണ് സ്വർഗഭോഗം, ലൈംഗിക വൈകൃതങ്ങൾ, ശരീരത്തെ അശുദ്ധമാക്കുന്ന മദ്യപാനം, ഹാൻസ്, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപങ്ങൾ ചെയ്താൽ അവയുടെ അരൂപികൾ, അവയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ആന്തരിക മണ്ഡലത്തിൽ പ്രത്യേക ഒരവസ്ഥയിലേക്ക് നമ്മുടെ അന്തരാത്മാവിനെ നയിക്കും. നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകളെ അത് കുരുടാക്കി കളയും. മനസ്സിൻ്റെ കണ്ണുകൾ അത് കുരുടാക്കും. ദൈവാനുഭവം നമുക്ക് അന്യമായി പോകും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കൊച്ചുകുട്ടി എന്നതുപോലെ പ്രാർത്ഥിക്കാനോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കൊച്ചുകുട്ടി എന്നുള്ള കരയാനോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കൊച്ചു പൈതലിനെ പോലെ എല്ലാ കാര്യങ്ങളും ആശ്രയിക്കാനോ പറ്റാത്ത പോലെ നമ്മുടെ ഹൃദയം കഠിനമായി പോകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കണ്ണുകൾ അന്ധമാക്കുന്ന രണ്ടാമത്തെ മേഖലയാണ് സുഖലോലുപത. ഒന്നാമത്തെ മേഖലയാണ് മദ്യപാനം, മയക്കുമരുന്ന്, വ്യഭിചാരം, ശരീരത്തെ അശുദ്ധമാക്കുന്ന ജഡിക പാപങ്ങൾ. നമ്മുടെ ആന്തരിക നേത്രങ്ങൾ അന്ധമാക്കുന്ന രണ്ടാമത്തെ മേഖലയാണ് സുഖലോലുപത. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അഭിലാഷങ്ങൾ അനുസരിച്ചുള്ള ജീവിതം. 1 തിമോത്തി 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞവരാണ്. എന്ത് കേട്ടാലും അനുഭവം ഉണ്ടാവും, എന്ത് കണ്ടാലും ഹൃദയത്തിൽ തട്ടില്ല. കാരണം മരിച്ചു കഴിഞ്ഞ അവസ്ഥയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഓരോരുത്തരെയും പ്രായത്തിനനുസരിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കണം. ദൈവമേ, നിത്യരക്ഷ എന്നിൽ നിന്ന് അകന്നു പോയി നിത്യനാശത്തിലേക്ക് വീഴാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ അനുഭവം ലഭ്യമാകുന്നൊരു ഹൃദയം എനിക്ക് വേണം. കരങ്ങൾ കൂപ്പി എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. കരയാനെനിക്കൊരു കരളേകുനാഥാ,
കരയെല്ലാം കഴുകിടുവാ യേശുവേ പരമേകുനാഥ കൃപേകുനാഥ അനുതാപ പൂരിതരാകാ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. കരയാനെനിക്കൊരു കരളേകുനാഥ കരയെല്ലാം കഴുകിടുവാ സ്പർശിക്കണമേ കർത്താവേ. വരമേകുനാഥ കൃപേകുനാഥ അനുതാപ പൂരിത അനുതാപ പൂരിത കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമായി വാഴുന്ന എന്നേശു രാജാവേ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നോനും സർവശക്തൻ ദൈവവുമായ കർത്താവേ, പരിശുദ്ധൻ 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 പരിശുദ്ധൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമുഖത്ത് ആത്മാവിൽ നശിച്ച് ജീവിതം തകർന്ന കോടാനുകോടി ദൈവമക്കൾ യേശുവേ എന്ന് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് നിത്യരക്ഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ നിമിഷം ഓരോരുത്തരും ആത്മാവിൻ്റെ സ്ഥിതി എന്തു തന്നെയാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമം വിളിച്ച് അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. കുട്ടികളും മുതിർന്നവരും ഈ സമയം അലക്ഷ്യമായി നിൽക്കാതെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കൈകൾ ഉയർത്തുക, മനസ്സ് തുറക്കുക. യേശുവേ എന്ന് ഉറക്കെ വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി യേശുവേ,